Hi students, അപ്പോൾ നമ്മൾ പാരലൽ ലൈൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ ഒരു റിസൾട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? എന്തായിരുന്നു? ട്രയാങ്കിൾ, ത്രികോണ ഭാഗം, ട്രയാങ്കിൾ ഡിവിഷൻ ആയിരുന്നു നമ്മൾ പഠിച്ചത്. അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് രണ്ട് റിസൾട്ട് പഠിച്ചിട്ടുണ്ട് അല്ലേ? ഒരു ട്രയാങ്കിൾ ഉണ്ടെങ്കിൽ ആ ട്രയാങ്കിളിന്റെ ഒരു സൈഡിന് പാരലൽ ആയിട്ട് നമ്മൾ ഒരു ലൈൻ ഡ്രോ ചെയ്താൽ എന്തായിരിക്കും? മറ്റ് രണ്ട് സൈഡിനെയും അത് സെയിം റേഷ്യോയിൽ കട്ട് ചെയ്യും അല്ലേ? അപ്പം പിന്നെ നമ്മൾ അതിന്റെ റിവേഴ്സ് റിസൾട്ട്, അതിന്റെ റിവേഴ്സ് ആയിട്ട് നമ്മൾ എന്താ പറഞ്ഞിരുന്നേ? നമ്മളൊരു ട്രയാങ്കിൾ ഡ്രോ ചെയ്തു. ആ ട്രയാങ്കിളിന് നമ്മൾ എന്ത് ചെയ്തു? അതിന്റെ മറ്റ് രണ്ട് സൈഡിലൂടെയും നമ്മളൊരു ലൈൻ ഡ്രോ ചെയ്താൽ ആ മറ്റ് രണ്ട് സൈഡിനെയും അത് കട്ട് ചെയ്യുന്നത്, അത് ഡിവൈഡ് ചെയ്യുന്നത് സെയിം റേഷ്യോയിലാണെങ്കിൽ നമ്മൾ വരച്ച വര അത് അതിന്റെ തേർഡ് സൈഡിന് പാരലൽ ആയിരിക്കും. അപ്പൊ ഈ രണ്ട് റിസൾട്ടും വെച്ചിട്ട് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പൊ റിസൾട്ട്സ് നന്നായിട്ട് മനസ്സിലായിട്ട് വേണം നമ്മൾ ക്വസ്റ്റ്യനിലോട്ട് പോവാൻ. ഓക്കെ, സോ നമ്മളെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ഇൻ ദ പിക്ചർ ബിലോ നമുക്കൊരു പിക്ചർ തന്നിട്ടുണ്ട്. ദ ഗ്രീൻ ലൈൻ ഈസ് പാരലൽ ടു ദ റൈറ്റ് സൈഡ് ഓഫ് ദ ബ്ലൂ ട്രയാങ്കിൾ. ഇവിടെ നമുക്ക് തന്ന ഗ്രീൻ ലൈൻ, ഇതാണ് നമ്മളെ ഗ്രീൻ ലൈൻ. ഇതെന്താണ്? പാരലൽ ടു ദ റൈറ്റ് സൈഡ് ഓഫ് ദ ബ്ലൂ ട്രയാങ്കിൾ. നമ്മളെ ബ്ലൂ ട്രയാങ്കിളിന്റെ റൈറ്റ് സൈഡിന് പാരലൽ ആണ്. ഇതാണ് നമ്മളെ ബ്ലൂ ട്രയാങ്കിൾ. ബ്ലൂ ട്രയാങ്കിളിന്റെ ഈ റൈറ്റ് സൈഡിന് പാരലൽ ആയിട്ടാണ് നമ്മളെ ഈ ഗ്രീൻ ലൈന് തന്നത്. ഓക്കെ, ഈ ഗ്രീൻ ലൈന് തരുന്നത് നമ്മളെ ഈ ഒരു സൈഡിന് പാരലൽ ആയിട്ടാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ചുവടെയുള്ള ചിത്രത്തിലെ പച്ചവര നീല ത്രികോണത്തിന്റെ വലതുവശത്തിനു സമാന്തരമാണ്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓരോന്നിന് നെയിം കൊടുക്കാം. എ ബി സി. ഇവിടെ നമുക്ക് എക്സ് വൈ എന്ന് കൊടുക്കാം. അപ്പൊ നമുക്ക് ഇവിടെ എന്തൊക്കെയാ തന്നത്? എ ബി സി എന്ന് പറഞ്ഞൊരു ട്രയാങ്കിൾ ഉണ്ട്, ട്രയാങ്കിൾ എ ബി സി. എന്നിട്ട് പറഞ്ഞിട്ടുണ്ട് എക്സ് വൈ പാരലൽ ടു ബി സി ആണ് നമ്മളെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എക്സ് വൈ പാരലൽ ടു ബി സി. ഇനി നമുക്ക് തന്ന മെഷർമെന്റ്സ് ഒക്കെ നോക്കാം. ഇവിടെയാണ് നമ്മളെ എക്സ്. ഓക്കെ, മെഷർമെന്റ് എക്സ് നമുക്ക് തന്നിട്ടുണ്ടോ? ഇല്ല. എക്സ് സി തന്നിട്ടുണ്ടോ? ഇല്ല. നമുക്ക് എ സി തന്നിട്ടുണ്ട് അല്ലെ? എ സി ഈസ് ഈക്വൽ ടു 6 സെന്റിമീറ്റർ. ഇനി നമുക്ക് ഇവിടെ എന്താ തന്നത്? എ വൈയും വൈ ബിയും തന്നിട്ടുണ്ട്. എ വൈ ഈസ് ഈക്വൽ ടു 3 സെന്റിമീറ്റർ, വൈ ബി ഈസ് ഈക്വൽ ടു 5 സെന്റിമീറ്റർ. എ വൈ ഈസ് ഈക്വൽ ടു 3 സെന്റിമീറ്റർ, വൈ ബി ഈസ് ഈക്വൽ ടു 5 സെന്റിമീറ്റർ. ഇനി നമ്മളോട് എന്താ ക്വസ്റ്റ്യൻ എന്താ? നമ്മളെ കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് ദ പീസസ് ഇൻ ടു വിച്ച് ദിസ് ലൈൻ കട്ട്സ് ദ ലെഫ്റ്റ് സൈഡ്. എന്താ നമ്മളോട് പറഞ്ഞത്? ഈ വര ത്രികോണത്തിന്റെ ഇടതുവശത്തെ മുറിക്കുന്ന ഭാഗങ്ങളുടെ നീളം കണക്കാക്കുക. നമ്മൾ ലെഫ്റ്റ് സൈഡ് കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് ദ പീസസ് ഇൻ ടു വിച്ച് ദിസ് ലൈൻ കട്ട്സ് ദ ലെഫ്റ്റ് സൈഡ്. നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിലുള്ള പീസസിന്റെ ലെങ്ത് ആണ് കാണേണ്ടത്. നമ്മൾ എങ്ങനെ കാണും? എന്താ നമുക്ക് ഇവിടെ കാണണ്ടേ? നമുക്ക് തന്നതൊക്കെ നമുക്ക് തന്നതൊക്കെ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എ എക്സ് ഈസ് ഈക്വൽ ടു വാട്ട്? എ എക്സ് എന്താ? എ എക്സ് ഈ ഒരു മെഷർമെന്റ് വേണം. അതുപോലെ എക്സ് സി എന്താണെന്നും നമുക്ക് ഫൈൻഡ് ചെയ്യണം. നമ്മൾ എങ്ങനെ ഫൈൻഡ് ചെയ്യും? നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ട്രയാങ്കിൾ ഡിവിഷൻ, ത്രികോണ ഭാഗത്തിൽ എങ്ങനെയാണ് അങ്ങനെ ഫൈൻഡ് ചെയ്യാൻ. ആദ്യം നമ്മൾ എന്താ നോക്കുക? നമുക്ക് ബി സിയും എക്സ് വൈയും പാരലൽ ആണെന്ന് തന്നിട്ടുണ്ട്. പാരലൽ ആണെങ്കിൽ ബൈ അവർ റിസൾട്ട് വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് കട്ട്സ് എനി ടു സൈഡ്സ് ഇൻ ദ സെയിം റേഷ്യോ. പാരലൽ ആയതുകൊണ്ട് നമ്മൾ വരച്ച ഈ ഗ്രീൻ ലൈൻ എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡിനെയും സെയിം റേഷ്യോയിലാണ് കട്ട് ചെയ്യുന്നത് അല്ലേ? അപ്പൊ നമുക്ക് ഓൾറെഡി എ വൈയും വൈ ബിയും തന്നിട്ടുണ്ട് 3ഉം 5ഉം ആണെന്ന്. അപ്പൊ അതിന്റെ റേഷ്യോ എന്തായിരിക്കും? ഈ ഒരു സൈഡിന്റെ റേഷ്യോ എന്താ? 3:5. അപ്പൊ ഈ സൈഡിന്റെ റേഷ്യോ 3:5 ആണെങ്കിൽ ഈ രണ്ട് ലൈനും എക്സ് വൈയും ബി സിയും പാരലൽ ആണ് തന്നത് കൊണ്ട് ഈ സൈഡിന്റെ റേഷ്യോയും എന്തായിരിക്കും? 3:5 ആണ്. ഈ റേഷ്യോ 3:5 ആയതുകൊണ്ട് ഇതിന്റെ റേഷ്യോയും 3:5 ആയിരിക്കും. ബിക്കോസ് ഇറ്റ് ഈസ് ഗിവൺ ദാറ്റ് എക്സ് വൈ പാരലൽ ടു ബി സി. ഇനി അപ്പൊ റേഷ്യോ കിട്ടിയിട്ടുണ്ട്. അതുപോലെ നമ്മളെ എ സിയുടെ ലെങ്ത് 6 സെന്റിമീറ്റർ ആണെന്നും നമ്മളെ കയ്യിലുണ്ട്. അപ്പം ടോട്ടൽ മെഷർമെന്റ്, ടോട്ടൽ ലെങ്ത്, ഈ ഒരു ലൈനിന്റെ ടോട്ടൽ ലെങ്ത്തും നമ്മളെ കയ്യിലുണ്ട്, റേഷ്യോയും നമ്മളെ കയ്യിലുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഓരോ പാർട്സിന്റെയും ലെങ്ത് കാണാന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. എങ്ങനെയായിരുന്നു നമ്മൾ കാണുക? അപ്പൊ നമുക്ക് എ എക്സ് കാണണം. എ എക്സ് കാണാൻ എ എക്സ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ആ ലെങ്ത് എത്രയാ? 6 ആണ്. അപ്പം 6 ഇൻറ്റു, ഇനി റേഷ്യോ നോക്കാം.
റേഷ്യോ 3:5 ആണ്. അപ്പൊ ഇത് ഏറ്റവും ചെറിയ പാർട്ട് അല്ലേ AX, അപ്പൊ അതിന്റെ റേഷ്യോ 3 അല്ലേ വരിക? യെസ്, 3 ടോട്ടൽ റേഷ്യോ എന്താ? 3:5. അപ്പൊ 5ലോട്ട് 3 ആഡ് ചെയ്യുമ്പം 8. അപ്പൊ 6 × 3/8. ഒന്നുമില്ല, നമ്മൾ ടോട്ടൽ മെഷർമെന്റ് ഇൻറ്റു അതിന്റെ റേഷ്യോ. അപ്പൊ 6 × 3/8. അപ്പൊ ഇതിന്റെ വാല്യൂ നമുക്ക് 6 × 3 ചെയ്യാം, എന്നിട്ട് ആ കിട്ടിയ ആൻസറിനെ ഡിവൈഡഡ് ബൈ 8 ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ക്യാൻസൽ ചെയ്യാം. 6ഉം 8ഉം ക്യാൻസൽ ചെയ്തൂടെ? 6ന്റെ ഹാഫ് എന്താ? 3 ആണ്. 8ന്റെ ഹാഫ് എന്താ? 4 ആണ്. ക്യാൻസൽ ചെയ്താൽ നമുക്ക് കട്ട് ചെയ്ത് പോയാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പം എന്ത് കിട്ടി? 3 × 3 9 ആണെന്ന് കിട്ടി. സോ ഇറ്റ് ഈസ് 9/4. അപ്പം 3 × 3 9, 9/4. ഇനി 9നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് AXന്റെ വാല്യൂ കിട്ടും 9 ഡിവൈഡഡ് ബൈ 4. എന്ത് വരും? 2 4s are 8. 1.0. 2 4s are 8. 2 0 5 4s are 20. അപ്പൊ നമുക്ക് 9 ഡിവൈഡഡ് ബൈ 4 എന്ത് കിട്ടി? 2.25 സെന്റിമീറ്റർ ആണെന്ന് കിട്ടി. 2.25 സെന്റിമീറ്റർ. അതുകൊണ്ട് AX എന്ന് പറഞ്ഞാൽ 2.25 സെന്റിമീറ്റർ ആണെന്ന് കിട്ടി. ഓക്കെ, 2.25 സെന്റിമീറ്റർ. ഇനി അടുത്തത് നമ്മൾ നോക്കുക XC. XCന്റെ വാല്യൂ കാണാൻ നമ്മൾ എന്താ ചെയ്യാ? XC ഈസ് ഈക്വൽ ടു ടോട്ടൽ എത്രയാ നമ്മളെ ലെങ്ത്? 6. AC എന്ന് പറഞ്ഞാൽ 6 ആണ്. അതുകൊണ്ട് 6 ഇൻറ്റു അതിന്റെ റേഷ്യോ എന്താ? വലിയ പാർട്ടാണ്, അപ്പൊ റേഷ്യോ 5 ആണ്. 5 ടോട്ടൽ റേഷ്യോ 8. 6 × 5/8. ഇനി 6ഉം 8ഉം ക്യാൻസൽ ചെയ്യുമ്പോൾ 6ന്റെ ഹാഫ് 3 ആണ്, 8ന്റെ ഹാഫ് 4 ആണ്. സോ 3 × 5/4. എന്താ 3 × 5? 15. 15/4 എന്ന് കിട്ടി. ഇനി 15നെ നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. 15 ഡിവൈഡഡ് ബൈ 4 എന്ത് വരും? 15 ഡിവൈഡഡ് ബൈ 4. 3 4s are 12. 3.0 30ൽ എത്ര 4 ഉണ്ടായിരിക്കും? 7 4s are 28. Then 2 0 5 4s are 20. So our answer is 3.75. അപ്പൊ 15/4 എന്ന് പറഞ്ഞാൽ 3.75 സെന്റിമീറ്റർ. അപ്പൊ നമ്മളെ XC കിട്ടി 3.75 സെന്റിമീറ്റർ. അപ്പൊ നമ്മൾ രണ്ട് പാർട്സും കിട്ടിയില്ലേ? AXും നമ്മൾ ഫൈൻഡ് ചെയ്തു, XCയും നമ്മൾ ഫൈൻഡ് ചെയ്തു. ഇനി നമുക്ക് നമ്മൾ ആൻസർ തെറ്റായിരിക്കുമോ ശരിയായിരിക്കുമോ എന്ന് ചെക്ക് ചെയ്യാൻ എന്ത് ചെയ്യാം? ഈ രണ്ട് കിട്ടിയ നമ്മളെ ഈ രണ്ട് വാല്യൂസും നമുക്ക് ആഡ് ചെയ്താൽ എന്ത് കിട്ടണം? AC കിട്ടണം. AX പ്ലസ് XC എന്ന് പറഞ്ഞാൽ AC അല്ലേ? അപ്പൊ അത് രണ്ടും ആഡ് ചെയ്താൽ 6 സെന്റിമീറ്റർ കിട്ടുമോ എന്ന് ചെക്ക് ചെയ്താൽ നമ്മൾ ആൻസർ കറക്റ്റ് ആണോ നമുക്ക് നോക്കാം. 2.25 plus 3.75. 5 plus 5 10. Then 7 plus 1 8. 8ലോട്ട് 2 ആഡ് ചെയ്യുമ്പം 10. 3 plus 3 6. കണ്ടോ? കറക്റ്റ് നമുക്ക് 6 കിട്ടി. അപ്പൊ നമ്മളെ AC കിട്ടി 6 സെന്റിമീറ്റർ ആണ്. ഏതൊക്കെ ആഡ് ചെയ്തപ്പം? AXും XCയും. AXും XCയും ആഡ് ചെയ്തപ്പം നമുക്ക് AC കിട്ടി. അപ്പൊ നമ്മളെ ആ ഒരു പാർട്ടിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. നമ്മളെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് ദ പീസസ് ഇൻടു വിച്ച് ദിസ് ലൈൻ കട്ട്സ് ദ ലെഫ്റ്റ് സൈഡ്. അപ്പൊ ലെഫ്റ്റ് സൈഡിലുള്ള പീസസിന്റെ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാനായിരുന്നു പറഞ്ഞത്. നമ്മളിവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് BCയും XYയും പാരലൽ ആണ്. BCയും XYയും പാരലൽ ആയതുകൊണ്ട് അതിന്റെ മറ്റ് രണ്ട് സൈഡിനെയും സെയിം റേഷ്യോയിൽ കട്ട് ചെയ്യുന്നുണ്ട്. ഓൾറെഡി നമ്മൾ ഇവിടെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് എല്ലാ മെഷർമെന്റും നമുക്ക് തന്നിട്ടുണ്ട്. സോ ദ റേഷ്യോ ഈസ് 3:5. ഇവിടെ നമുക്ക് AC മാത്രമാണ് തന്നത്. അപ്പൊ ഇവിടെ 3:5 ആണെങ്കിൽ ഇവിടെയും 3:5 ആയിരിക്കും. റേഷ്യോയും കിട്ടി, നമുക്ക് ഇതിന്റെ ടോട്ടൽ ലെങ്ത്തും നമ്മളെ കയ്യിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഡിവൈഡ് ചെയ്ത AXും XCന്റെയും വാല്യൂ നമുക്ക് ഫൈൻഡ് ചെയ്യാം. 6 × 3/8ഉം 6 × 5/8ഉം. ടോട്ടൽ നമുക്ക് 2.25ഉം 3.75ഉം ആഡ് ചെയ്യുമ്പോൾ 6 സെന്റിമീറ്റർ കിട്ടും. അപ്പൊ സിമ്പിൾ ആണ് അല്ലേ ഇത് ചെയ്യാൻ. അപ്പൊ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് എന്താണ്? ഈ ടോട്ടൽ ലെങ്ത്തിനെ നമ്മൾ അതിന്റെ റേഷ്യോ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഡിവൈഡ് ചെയ്യുന്നത് അതിന്റെ ടോട്ടൽ റേഷ്യോ ആയിരിക്കും.
അപ്പം 3.75 ചെറിയ പാർട്ട് 2.25 വലിയ പാർട്ട് 3.75. അപ്പൊ നമ്മളെ ക്വസ്റ്റ്യന്റെ ആൻസർ ചെയ്തു. ഇനി നമ്മളെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ? സെക്കൻഡ് ക്വസ്റ്റ്യന് ഇൻ ദ പാരലലോഗ്രാം ABCD. നമുക്കൊരു പാരലലോഗ്രാം ഉണ്ട്. പാരലലോഗ്രാമിന്റെ നെയിം ABCD ആണ്. ദ ലൈൻ ത്രൂ ദ പോയിന്റ് P on AB parallel to BC meets AC at Q. The line through Q parallel to AB meets AD at R. എന്താ പറഞ്ഞത്? നമ്മൾ നോക്കുക. ഇതാണ് നമ്മുടെ പാരലലോഗ്രാം. ഈ പാരലലോഗ്രാം ABCD, ഇതാണ് ABCD എന്ന് പറഞ്ഞ പാരലലോഗ്രാം. ഇനി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ABയിലെ P എന്ന ബിന്ദുവിൽ കൂടി BCക്ക് സമാന്തരമായി വരയ്ക്കുന്ന വര. The line through the point P on AB. AB നമ്മളെ ABയിലുള്ള പോയിന്റ് ആണ് P. ഓക്കെ, ABയിലുള്ള പോയിന്റ് ആണ് P. പാരലൽ ടു BC മീറ്റ്സ് AC at Q. ഇനി ACയിലുള്ള പോയിന്റ് ആണ് Q. എന്നിട്ട് എന്താ പറഞ്ഞത്? ABയും DCയും പാരലൽ ആണ്. കാരണം ഇത് പാരലലോഗ്രാം ആണല്ലോ. പാരലലോഗ്രാമിൽ നമുക്കറിയാം ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആയിരിക്കും, ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. ഇനി the line through Q parallel to AB meets AD at R. ഇനി നമ്മൾ നോക്കുക, ഇവിടെ Q ഇല്ലേ, ഇനി ADന്റെ ഉള്ള പോയിന്റ് ആണ് R. അപ്പൊ ഇവിടുത്തെ RQ എന്തിന് പാരലൽ ആണ്? ABക്ക് പാരലൽ ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മളെ കയ്യിലുണ്ട്. ഓക്കെ, ഇതൊരു പാരലലോഗ്രാം ആണ്. ഈ പാരലലോഗ്രാമിൽ നമുക്കറിയാം ഓപ്പോസിറ്റ് സൈഡ്സ്. സപ്പോസ് ദിസ് ഈസ് അവർ പാരലലോഗ്രാം. ഇത് നമ്മളൊരു പാരലലോഗ്രാം ആണ്. പാരലലോഗ്രാം ABCD. പാരലലോഗ്രാമിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആയിരിക്കും. അതുകൊണ്ട് ഇവിടെ AB പാരലൽ ടു CD ആണ്. അതുപോലെ AD പാരലൽ ടു BC ആണ്. ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആണ്, അതുപോലെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ AB ഈസ് ഈക്വൽ ടു CD ആണ്, AD ഈസ് ഈക്വൽ ടു BC ആണ്. ഓപ്പോസിറ്റ് സൈഡ്സ് പാരലലുമാണ്, ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വലുമാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് പാരലലോഗ്രാമിൽ അറിയാം. ഇനി നമ്മൾ ഫിഗർ നോക്കുക. ഫിഗറിൽ ABയിൽ ഒരു പോയിന്റ് ഉണ്ട് P, അതുപോലെ ACയിൽ ഒരു പോയിന്റ് ഉണ്ട് Q, അതുപോലെ ADയിൽ ഒരു പോയിന്റ് ഉണ്ട് R. ഓക്കെ, പിന്നെ നമുക്ക് പാരലലോഗ്രാമിൽ ഇത് രണ്ടും പാരലൽ ആണ്, ഇത് രണ്ടും പാരലൽ ആണ് നമ്മളെ കയ്യിലുണ്ട്. അതുപോലെ ABയും RQവും പാരലൽ ആണ്. കണ്ടോ, ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ദ ലൈൻ ത്രൂ Q പാരലൽ ടു AB മീറ്റ്സ് AD അറ്റ് R. അപ്പം ഇവിടെ എന്താണ്? RQവും ABയും പാരലൽ ആണ്. ഈ നമ്മളെ ക്വസ്റ്റ്യൻ എന്താ നമുക്ക് തന്നത്? Prove that AP by PB is equal to AR by RD. AP by PB is equal to AR by RD. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അത് നമുക്ക് പ്രൂവ് ചെയ്യണം. എന്താ സെക്കൻഡ് ക്വസ്റ്റ്യൻ? AP by AB വലിയ പാർട്ട് ഈസ് ഈക്വൽ ടു AR by AD. അപ്പൊ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ക്ലിയർ ആണ്. നമുക്ക് തന്ന ഗിവൺ ഉള്ള നമുക്ക് തന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലിയർ ആണ്. ഇനി നമുക്ക് ആൻസർ ചെയ്യാൻ നോക്കാം. എന്താ നമുക്ക് തന്നത്? നമ്മൾ നോക്കാം. നമുക്ക് ട്രയാങ്കിൾ ഡിവിഷൻ അല്ലേ നമ്മൾ പഠിച്ചത്? ട്രയാങ്കിൾ ഡിവിഷൻ, ട്രയാങ്കിളിനെ ഡിവൈഡ് ചെയ്യാനാണ് അല്ലേ നമുക്കറിയാം. അപ്പൊ നമുക്ക് ഈ ഒരു പാരലലോഗ്രാമില് ഡയഗണൽ അല്ലേ AC, ഈ ഒരു Aന്ന് Cയിലോട്ട് നമ്മൾ വരച്ചപ്പം നമ്മളെ ഈ പാരലലോഗ്രാമിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലെ, രണ്ട് ട്രയാങ്കിൾ ആയിട്ട്. ഒരു ട്രയാങ്കിൾ ആണ്. അപ്പൊ ഫസ്റ്റത്തെ ആൻസർ ആണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. ഫസ്റ്റത്തെ ആൻസർ എന്താ? രണ്ട് ട്രയാങ്കിൾ ഉണ്ട്. ട്രയാങ്കിൾ ABCയും ഉണ്ട് ആൻഡ് ട്രയാങ്കിൾ ADCയും ഉണ്ട്. ട്രയാങ്കിൾ ABCയും ADCയും രണ്ട് ട്രയാങ്കിൾ ഉണ്ട്. കാരണം നമുക്ക് തന്ന പാരലലോഗ്രാമിനെ നമ്മൾ എന്താ ചെയ്തത്? Aന്ന് Cയിലോട്ട് ഒരു ലൈൻ വരച്ചു. അപ്പൊ അതിന്റെ ഡയഗണൽ, അപ്പം ആ പാരലലോഗ്രാമിനെ രണ്ട് ട്രയാങ്കിൾ ആക്കി. ABCയും ADCയും. രണ്ട് ട്രയാങ്കിൾസ് ഉണ്ട് നമ്മളെ കയ്യിൽ. നമ്മൾ പഠിച്ചിട്ടുണ്ട് നമുക്ക് ട്രയാങ്കിൾ ഡിവിഷനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ട്രയാങ്കിളില് ഒരു സൈഡിന് പാരലൽ ആയിട്ട് നമ്മളൊരു ലൈൻ ഡ്രോ ചെയ്താൽ അതിന്റെ മറ്റ് രണ്ട് സൈഡിനെയും സെയിം റേഷ്യോയില് കട്ട് ചെയ്യുന്നു. അപ്പൊ ഇവിടെ നമ്മളെ ട്രയാങ്കിൾ ABC ആണ് ആദ്യം നമ്മൾ എടുക്കുന്നത് കേട്ടോ. ട്രയാങ്കിൾ ABC ആദ്യം എടുക്കാം. കൺസിഡർ ട്രയാങ്കിൾ ABC. കൺസിഡർ ട്രയാങ്കിൾ ABC.
ആദ്യം നമ്മൾ ട്രയാങ്കിൾ എ ബി സി കൺസിഡർ ചെയ്യാം. ഈ എ ബി സി എന്ന് പറഞ്ഞ ട്രയാങ്കിളിൽ ഏതൊക്കെയാ പാരലൽ? ഈ സി ബി എന്ന് പറഞ്ഞത് ക്യൂ പിക്ക് പാരലൽ അല്ലേ? യെസ്, സി ബി എന്ന് പറഞ്ഞത് ക്യൂ പിക്ക് പാരലൽ ആണ്. അപ്പം സി ബി പാരലൽ ടു ക്യൂ പി, സി ബി പാരലൽ ടു ക്യൂ പി, സി ബി പാരലൽ ടു ക്യൂ പി. അപ്പൊ പാരലൽ ആണെങ്കിൽ നമുക്കറിയാം അത് മറ്റ് രണ്ട് സൈഡിനെയും ഡിവൈഡ് ചെയ്യുന്നത് സെയിം റേഷ്യോയിലാണ്. അപ്പം ഈ സി ബിയും പി ക്യൂവും പാരലൽ ആണെങ്കിൽ അതിന്റെ റേഷ്യോ അത് ഇത് രണ്ടുമാണ് പാരലൽ. അപ്പൊ ഈ സി ബി എന്ന് പറഞ്ഞ സൈഡിന് പാരലൽ ആയിട്ട് ഇതാണ് നമ്മുടെ ട്രയാങ്കിൾ ക്യൂ പി നമ്മൾ ഡ്രോ ചെയ്തത്. ഓക്കെ, നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ വരയ്ക്കാം. ട്രയാങ്കിൾ മാത്രം എടുത്ത് നോക്കാം. ഇതാണ് നമ്മളെ ട്രയാങ്കിൾ എ ബി സി. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മളൊരു ലൈൻ ഡ്രോ ചെയ്തു. ഇതാണ് നമ്മളെ എന്ത്? ക്യൂ പി. അപ്പൊ ട്രയാങ്കിൾ എ ബി സിക്ക് അതിൽ ബി സി എന്ന് പറഞ്ഞ സൈഡിന് പാരലൽ ആയിട്ട് നമ്മൾ ക്യൂ പി എന്ന് പറഞ്ഞ ഒരു ലൈൻ ഡ്രോ ചെയ്തു. ബി സി എന്ന് പറഞ്ഞ ലൈനിന് പാരലൽ ആയിട്ട് നമ്മൾ ക്യൂ പി എന്ന് പറഞ്ഞ ഒരു ലൈൻ ഡ്രോ ചെയ്തു. അപ്പൊ ഒരു സൈഡിന് പാരലൽ ആയിട്ട് നമ്മളൊരു ലൈൻ ഡ്രോ ചെയ്താൽ അത് മറ്റ് രണ്ട് സൈഡിനെയും ഡിവൈഡ് ചെയ്യുന്നത് സെയിം റേഷ്യോയിലായിരിക്കൂലേ? യെസ്, സോ വി ക്യാൻ റൈറ്റ് എ പി ബൈ പി ബി ഈസ് ഈക്വൽ ടു എ ക്യൂ ബൈ ക്യൂ സി അല്ലെ? രണ്ടും പാരലൽ ആയതുകൊണ്ട് എ പി ബൈ പി ബി ഈസ് ഈക്വൽ ടു എ ക്യൂ ബൈ ക്യൂ സി. അത് സെയിം റേഷ്യോയിലാണ് കട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് എഴുതാം എ പി ബൈ പി ബി ഈസ് ഈക്വൽ ടു എ ക്യൂ ബൈ ക്യൂ സി. എ പി ബൈ പി ബി ഈസ് ഈക്വൽ ടു എ ക്യൂ ബൈ ക്യൂ സി. ഇത് നമ്മൾ ഇക്വേഷൻ 1 എന്ന് കൊടുത്തു. ഓക്കെ, ഇത് നമ്മള് ഫസ്റ്റ് വൺ. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. ഫസ്റ്റ് ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്തു. ഇനി അടുത്ത ട്രയാങ്കിൾ ഏതാ? ട്രയാങ്കിൾ എ ഡി സി. കൺസിഡർ ട്രയാങ്കിൾ എ ഡി സി. ട്രയാങ്കിൾ എ ഡി സി അടുത്ത ട്രയാങ്കിൾ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ട്രയാങ്കിൾ നമുക്ക് സെപ്പറേറ്റ് ആയിരുന്നു വരച്ചു നോക്കാം. അപ്പൊ ഇവിടെ എന്താണ്? ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ നമുക്ക് ഡി സി അല്ലെ? ഡി സിയും ആർ ക്യൂവും പാരലൽ ആണോ? നമ്മളോട് എന്താ പറഞ്ഞത്? നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ എ ബി പാരലൽ ടു ആർ ക്യൂ ആണ് അല്ലെ? എ ബിയും ആർ ക്യൂവും എ ബി പാരലൽ ടു ആർ ക്യൂ ആണ് നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ നമുക്കറിയാം പാരലലോഗ്രാമില് എ ബിയും ഡി സിയും പാരലൽ ആയിരിക്കൂലേ? എ ബി പാരലൽ ടു ഡി സിയും ആയിരിക്കും. കാരണം ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആണ്. എ ബിയും ആർ ക്യൂവും പാരലൽ ആണ്, എ ബിയും ഡി സിയും പാരലൽ ആണ്. അപ്പൊ ഇത് രണ്ടും എ ബിക്ക് പാരലൽ ആണെങ്കിൽ ഇത് രണ്ടും പാരലൽ ആയിരിക്കൂലേ? രണ്ടും എ ബിക്ക് പാരലൽ ആയതുകൊണ്ട് ഇത് രണ്ടും പാരലൽ ആയിരിക്കും. സോ വി ക്യാൻ സേ ദാറ്റ് ആർ ക്യൂ പാരലൽ ടു ഡി സി. ആർ ക്യൂവും ഡി സിയും പാരലൽ ആണ്. അതുകൊണ്ട് ആർ ക്യൂവും ഡി സിയും പാരലൽ ആണ് എഴുതാ. കൺസിഡർ ട്രയാങ്കിൾ എ ഡി സി. അതിൽ ആർ ക്യൂ പാരലൽ ടു ഡി സി. ആർ ക്യൂവും ഡി സിയും പാരലൽ ആണ്. ഇനി ആർ ക്യൂവും ഡി സിയും പാരലൽ ആണെങ്കിൽ ആർ ക്യൂവും നമ്മളെ ഡി സിയും പാരലൽ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതൊരു ട്രയാങ്കിൾ അല്ലേ? ട്രയാങ്കിൾ എ ഡി സി. ഒരു ട്രയാങ്കിളിലെ ഒരു സൈഡിന് പാരലൽ ആയിട്ട് നമ്മൾ ഒരു ലൈൻ ഡ്രോ ചെയ്താൽ ആ ലൈന് മറ്റ് രണ്ട് വശങ്ങളെയും മറ്റ് രണ്ട് സൈഡിനെയും കട്ട് ചെയ്യുന്നത് സെയിം റേഷ്യോയിലായിരിക്കൂലേ? യെസ്, സോ വി ക്യാൻ റൈറ്റ് എന്താ? എ ആർ ബൈ ആർ ഡി ഈസ് ഈക്വൽ ടു എ ക്യൂ ബൈ ക്യൂ സി. എ ആർ ബൈ ആർ ഡി, എ ആർ ബൈ ആർ ഡി ഈസ് ഈക്വൽ ടു എ ക്യൂ ബൈ ക്യൂ സി. ഇത് നമുക്ക് സെക്കൻഡ് എന്ന് കൊടുക്കാം. അപ്പൊ നമ്മള് ഫസ്റ്റും സെക്കൻഡും കിട്ടി. ഇനി ഫസ്റ്റ് ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷനും കൂടെ കൺസിഡർ ചെയ്യുമ്പോൾ രണ്ടും എ ക്യൂ ബൈ ക്യൂ സിക്ക് ഈക്വൽ അല്ലേ? അപ്പൊ ഫ്രം 1 and 2, ഫ്രം 1 and 2, 1നും 2നും നമുക്ക് എന്ത് കിട്ടി? രണ്ടും എ ക്യൂ ബൈ ക്യൂ സിക്ക് ഈക്വൽ ആയതുകൊണ്ട് ഇത് രണ്ടും ഈക്വൽ ആയിരിക്കൂലേ? എ പി ബൈ പി ബിയും എ ക്യൂ ബൈ ക്യൂ സിക്ക് ഈക്വൽ ആണ്. അതുപോലെ എ ആർ ബൈ ആർ ഡിയും എ ക്യൂ ബൈ ക്യൂ സിക്ക് ഈക്വൽ ആണ്. സോ വി ക്യാൻ റൈറ്റ് എ പി ബൈ പി ബി ഈസ് ഈക്വൽ ടു എ ആർ ബൈ ആർ ഡി. നമ്മളോട് എന്താ പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്?
AP/PB is equal to AR/RD നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഒന്നുമില്ല, നമ്മൾ എന്താ ചെയ്തത്, നമുക്കൊരു പാരലലോഗ്രാം ആയിരുന്നു തന്നിരുന്നത്. പാരലലോഗ്രാമിൽ നമുക്ക് തന്നിട്ടുണ്ട് AC എന്ന് പറഞ്ഞ ഒരു ലൈൻ തന്നിട്ടുണ്ട്. അതുകൊണ്ട് അത് രണ്ട് ട്രയാങ്കിൾ ആയിട്ട് മാറി അല്ലെ, ട്രയാങ്കിൾ ABC-യും ട്രയാങ്കിൾ ADC-യും. ഇനി നമുക്കറിയാം ഈ ABC നോക്കുമ്പോൾ ഇവിടെ BC-യും PQ-യും പാരലലാണ്. BC-യും PQ-യും പാരലൽ ആയതുകൊണ്ട് അതിന് മറ്റ് രണ്ട് സൈഡിനെയും സെയിം റേഷ്യോയിൽ കട്ട് ചെയ്യുന്നുണ്ട്. Therefore AP/PB is equal to AQ/QC. ഇനി അതുപോലെ മറ്റ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക, ട്രയാങ്കിൾ ADC. അവിടെ നമുക്കറിയാം AB-യും DC-യും പാരലലാണ്, അതുപോലെ RQ-യും AB-യും പാരലലാണ്. അങ്ങനെയാണെങ്കിൽ RQ-യും DC-യും പാരലലാണ്. RQ-യും DC-യും പാരലലാണെങ്കിൽ അത് മറ്റ് രണ്ട് സൈഡിനെയും സെയിം റേഷ്യോയിൽ കട്ട് ചെയ്യും. അതുകൊണ്ട് AQ/QC is equal to AR/RD. രണ്ടും AQ/QCക്ക് ഈക്വൽ ആയതുകൊണ്ട് we can say that AP/PB is equal to AR/RD. AR/RD. Hence we proved. അപ്പൊ നമ്മൾ പ്രൂവ് ചെയ്തു. അപ്പൊ നമ്മളെ ഫസ്റ്റ് ആൻസർ നമുക്ക് റെഡി ആയി അല്ലെ. ഈ സെക്കൻഡ് വൺ എന്താ പറഞ്ഞത്, പ്രൂവ് ദാറ്റ് AP/AB is equal to AR/AD. അപ്പൊ നമുക്ക് ഇതുപോലെ തന്നെയാണ്, ബട്ട് നമ്മൾ എടുക്കുന്ന റേഷ്യോ സെയിം ആണെങ്കിൽ അതിന്റെ ഈ ഹോൾ പാർട്ടും സെയിം ആയിരിക്കൂലേ, അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം സെക്കൻഡ് വണ്ണിന്റെ ആൻസർ, ഇത് നമ്മൾ ഫസ്റ്റ് വൺ ആയിരുന്നു ചെയ്തത്, ഇനി സെക്കൻഡ് വൺ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സെക്കൻഡ് വൺ ഇനി സെക്കൻഡ് വണ്ണ് നമ്മളോട് പറഞ്ഞത് AP/AB is equal to AR/AD. അതാണ് നമ്മളോട് പറഞ്ഞത്. അപ്പൊ നമ്മൾ എങ്ങനെ ചെയ്യും, ഇതാണല്ലേ നമ്മളെ ഫിഗർ. അപ്പൊ ആദ്യം നേരത്തെ പോലെ തന്നെ ഇത് ഒരു പാരലലോഗ്രാം ആണ്. അപ്പൊ രണ്ട് ട്രയാങ്കിൾ ഉണ്ട്, രണ്ട് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. ട്രയാങ്കിൾ ABC. ട്രയാങ്കിൾ ABC കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ നമ്മളെ കയ്യിലുണ്ട് BC പാരലൽ ടു PQ ആണ്. BC-യും PQ-യും പാരലൽ ആണെങ്കിൽ അത് മറ്റ് രണ്ട് സൈഡിനെയും സെയിം റേഷ്യോയിൽ കട്ട് ചെയ്യും. സോ വി ക്യാൻ റൈറ്റ് AP/PB എടുക്കുന്നതിന് പകരം നമ്മൾ AB ആണ് എടുക്കുന്നത്. കാരണം നമ്മൾ ക്വസ്റ്റ്യൻ നോക്കുക, ക്വസ്റ്റ്യൻ അനുസരിച്ച് വേണം നമ്മൾ ആൻസർ ചെയ്യാൻ. നേരത്തെ നമ്മൾ AP/PB ആയിരുന്നു എടുത്തത്, അതുപോലെ ഇപ്പൊ നമ്മൾ എടുക്കുന്നത് AP/AB ആണ്, അതും ഈക്വൽ ആയിരിക്കും. അപ്പൊ AP/AB ഈസ് ഈക്വൽ ടു AP/AB ആണെങ്കിൽ ഇവിടെ എന്ത് വരും, ഇവിടെ AQ/AC എന്ന് വരും അല്ലേ. AP എന്ന് പറഞ്ഞ ചെറിയ പാർട്ടും വലിയ പാർട്ടാണ്. അപ്പം AQ/AC. ഓക്കെ, അപ്പൊ ഇതിന് നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ കൊടുത്തു. ഇനി അതുപോലെ സെക്കൻഡ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക, ട്രയാങ്കിൾ ADC കൺസിഡർ ചെയ്യുക. ട്രയാങ്കിൾ ADCയിൽ നമുക്കറിയാം RQ-യും DC-യും പാരലൽ ആണ്. അങ്ങനെയാണെങ്കിൽ അതും സെയിം റേഷ്യോയിൽ കട്ട് ചെയ്യൂലേ മറ്റ് രണ്ട് സൈഡിനെയും. അതുകൊണ്ട് നമുക്ക് ഇവിടെ ആവശ്യം AR/AD ആണ്. അപ്പൊ നമ്മൾ എടുക്കുന്നത് AR/AD ഈസ് ഈക്വൽ ടു AR/AD ആണെങ്കിൽ ഇവിടെ AQ/AC ആയിരിക്കൂലേ. യെസ്, AQ/AC. അപ്പൊ ഇതിന് നമ്മൾ സെക്കൻഡ് എന്ന് കൊടുത്തു. അപ്പൊ ഫസ്റ്റ് വണ്ണും സെക്കൻഡ് വണ്ണും രണ്ടും AQ/AC ഈക്വൽ അല്ലേ. സോ ഫ്രം 1 and 2, 1ൽ നിന്നും 2ൽ നിന്നും നമുക്ക് എന്ത് കിട്ടി, AP/AB ഈസ് ഈക്വൽ ടു AR/AD. നമുക്ക് എന്താ പ്രൂവ് ചെയ്യാനുള്ളത്, AP/AB ഈസ് ഈക്വൽ ടു AR/AD നമ്മൾ പ്രൂവ് ചെയ്തു. അതുകൊണ്ട് രണ്ടും നമ്മൾ പ്രൂവ് ചെയ്തു. ഇതായിരുന്നു നമ്മളെ ഫസ്റ്റ് വൺ, നമ്മൾ പ്രൂവ് ചെയ്തു. അതുപോലെ സെക്കൻഡ് വണ്ണും ഹെൻസ് പ്രൂവ്ഡ് നമ്മൾ പ്രൂവ് ചെയ്തു. ഓക്കെ, AP/. അപ്പൊ നമ്മള് ക്വസ്റ്റ്യൻ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം നമുക്ക് ആൻസർ ചെയ്യാൻ. ഫസ്റ്റ് നമ്മൾ
റേഷ്യോ, രണ്ട് ട്രയാങ്കിൾ എടുത്തു, അതിന്റെ റേഷ്യോ ഈക്വൽ ആക്കിയിട്ട് ചെയ്തു. അതിപ്പോ സെക്കൻഡ് വണ്ണും അതുപോലെ ഇവിടെ റേഷ്യോ തന്നത് AP/AB ആണ് തന്നത്. അതുകൊണ്ട് നമ്മൾ AP/AB എടുത്തു, എന്നിട്ട് AQ/AC എടുത്തു. അതുപോലെ സെക്കൻഡ് ട്രയാങ്കിൾ AR/AD എടുത്തു, അപ്പം AQ/AC. രണ്ടും AQ/AC ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടി? 1 ഉം 2 ഉം അത് രണ്ടും ഈക്വൽ ആണ്. രണ്ടും 1 ഈക്വൽ ആണെങ്കിൽ അത് രണ്ടും ഈക്വൽ ആയിരിക്കൂലേ? ഇപ്പൊ 2 ഉം 4 ഈക്വൽ ആണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്ക് എക്സും വൈക്ക് ഈക്വൽ ആണ്, സെറ്റും വൈക്ക് ഈക്വൽ ആണ്. രണ്ടും വൈന് ഈക്വൽ ആണെങ്കിൽ ഇത് രണ്ടും ഈക്വൽ ആയിരിക്കൂലേ? യെസ്, കാരണം നമുക്ക് രണ്ടും സെയിം ആണ്, അപ്പൊ ഇത് രണ്ടും സെയിം ആയിരിക്കും. അതുപോലെയാണ് നമ്മൾ ഇവിടെ ചെയ്തത്. AR/ADയും AP/ABയും എന്തിന് ഈക്വലാ? AQ/AC ഈക്വൽ ആണ്. അതുകൊണ്ട് ഇത് രണ്ടും ഈക്വൽ ആയി. ഹെൻസ് വി പ്രൂവ്ഡ്. സിമ്പിൾ ആണ് അല്ലേ? ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. എന്താ നമ്മളെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? ഇൻ ദ പിക്ചർ ബിലോ, ഇവിടെ നമുക്കൊരു പിക്ചർ തന്നിട്ടുണ്ട്. 2 corners of a parallelogram are joined to the midpoints of 2 sides. എന്താ പറഞ്ഞത്? രണ്ട് കോർണർ ഓഫ് എ പാരലലോഗ്രാം. ഇതൊരു പാരലലോഗ്രാം ആണ്. നമുക്ക് വേണമെങ്കിൽ നെയിം കൊടുക്കാം ABCD. ABCD എന്ന് പറഞ്ഞ ഒരു പാരലലോഗ്രാം ആണ്. എന്നിട്ട് നമ്മൾ പറഞ്ഞു 2 corners of a parallelogram are joined. അപ്പം ഈ ഒരു ഈ കോർണറും ജോയിൻ ചെയ്തിട്ടുണ്ട്, ഈ കോർണറും ജോയിൻ ചെയ്തിട്ടുണ്ട്. എങ്ങോട്ട്? ടു ദ മിഡ് പോയിന്റ്സ് ഓഫ് 2 sides. ഈ D എന്ന് പറഞ്ഞ കോർണറിന് എന്താണ്? AB-ന്റെ മിഡ് പോയിന്റിലോട്ട് ഒരു ലൈൻ വരച്ചു. അതുപോലെ B എന്ന് പറഞ്ഞ ഒരു കോർണറിന് DC-ന്റെ മിഡ് പോയിന്റിലോട്ട് ഒരു വര വരച്ചു. ചുവടെയുള്ള ചിത്രത്തിൽ ഒരു സമാന്തരികത്തിന്റെ 2 മൂലകളെ 2 വശങ്ങളുടെ മധ്യബിന്ദുക്കളുമായി യോജിപ്പിച്ചിരിക്കുന്നു. ഇനി നമ്മളെ ക്വസ്റ്റ്യൻ എന്താ നോക്കാം. പ്രൂവ് ദാറ്റ് ദീസ് ലൈൻസ് കട്ട് ദ ഡയഗണൽ ഇൻ ദ പിക്ചർ ഇൻടു 3 ഈക്വൽ പാർട്സ്. എന്താ പറഞ്ഞത് നമ്മളോട്? പ്രൂവ് ദാറ്റ് ദീസ് ലൈൻ, ആ 2 ലൈൻ നമ്മൾ വരച്ച ആ 2 വര, കട്ട് ദ ഡയഗണലിനെ ഇൻ ദ പിക്ചർ ഇൻടു 3 ഈക്വൽ പാർട്സ്. അപ്പം നമ്മള് ഈ D എന്ന് പറഞ്ഞ കോർണറിന് AB-ന്റെ മിഡിലോട്ട് ഒരു ലൈൻ ഡ്രോ ചെയ്തു. അതുപോലെ B എന്ന് പറഞ്ഞ കോർണറിന് DC-ന്റെ മിഡ് പോയിന്റിലോട്ട് ഒരു ലൈൻ ഡ്രോ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഈ വരച്ച 2 വര നമ്മളെ AC എന്ന് പറഞ്ഞ ഡയഗണൽ നമുക്ക് അറിയാം, ഒരു വേർട്ടെക്സിന് അതിന്റെ ഓപ്പോസിറ്റ് വേർട്ടെക്സിലോട്ട്, ഈ കോർണറിന് അതിന്റെ ഓപ്പോസിറ്റ് കോർണറിലോട്ട് വരയ്ക്കുന്ന വരക്കാല് നമ്മൾ ഡയഗണൽ എന്ന് പറയാം. അപ്പൊ AC എന്ന് പറഞ്ഞ ഡയഗണൽ എന്താണ്? അതിനെ കട്ട് ചെയ്യുന്നുണ്ടോ എന്നാണ് നമ്മളെ ക്വസ്റ്റ്യൻ. കട്ട് ദ ഡയഗണൽ ഇൻ ദ പിക്ചർ ഇൻടു 3 ഈക്വൽ പാർട്സ്. ഈ വരച്ച വര നമ്മുടെ ഡയഗണലിനെ 3 ഈക്വൽ പാർട്സ് ആയിട്ട് കട്ട് ചെയ്യുന്നത് നമുക്ക് എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യണം. ഓക്കെ, ഈ വരകൾ ചിത്രത്തിലെ വികർണത്തെ 3 സമഭാഗങ്ങളാക്കുന്നു എന്ന് തെളിയിക്കുക. അപ്പൊ നമ്മൾ എങ്ങനെ ചെയ്യും? ഇതാണ് നമ്മുടെ ട്രയാങ്കിൾ ABCD. ഇനി നമുക്ക് ഇവിടെ നെയിം കൊടുക്കാം. ഇവിടെ നമുക്ക് X, ഇവിടെ നമുക്ക് Y എന്ന് കൊടുക്കാം, ഇവിടെ P എന്ന് കൊടുക്കാം, ഇവിടെ Q എന്ന് കൊടുക്കാം. ഓക്കെ, നമുക്ക് എന്താ ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത്? ഈ ഡയഗണലിനെ 3 ഈക്വൽ പീസസ് ആക്കുന്നുണ്ടോ എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. നമ്മൾ എങ്ങനെ ചെയ്യും? ഈ ഡയഗണലിനെ 3 ഈക്വൽ പീസസ് ആക്കുന്നുണ്ടോ? അപ്പൊ നമ്മള് വി വാണ്ട് ടു പ്രൂവ്, നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് ആദ്യം ഇതാ. ടു പ്രൂവ് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ഈ ഡയഗണലിനെ 3 ഈക്വൽ പീസസ് ആക്കുന്നുണ്ടോ എന്ന് പ്രൂവ് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യാ? AP ഈസ് ഈക്വൽ ടു PQ ഈസ് ഈക്വൽ ടു QC. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. AP ഈസ് ഈക്വൽ ടു PQ ഈസ് ഈക്വൽ ടു QC. 3 ഈക്വൽ പാർട്സ് ആക്കുന്നുണ്ടോ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. സോ വി വാണ്ട് ടു പ്രൂവ് AP ഈസ് ഈക്വൽ ടു PQ ഈസ് ഈക്വൽ ടു QC. ഓക്കെ, അപ്പൊ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് അതാണ്. ഈ നമ്മൾക്ക് എന്താ തന്നത്? നമ്മളോട് ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാ പറഞ്ഞത്? നമ്മളോട് പറഞ്ഞിട്ടുണ്ട് പാരലലോഗ്രാം ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? പാരലലോഗ്രാമിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാ നമ്മൾ പഠിച്ചത്? പാരലലോഗ്രാമിന് ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആയിരിക്കും. ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ. അതുപോലെ നമ്മൾ പഠിച്ചിട്ടുണ്ട് പാരലലോഗ്രാമില് ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ്. ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ. അപ്പൊ ഇതൊക്കെ നമുക്ക് പാരലലോഗ്രാമിൽ അറിയുന്ന കാര്യങ്ങളാണ് അല്ലെ? അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് നമുക്ക് എന്ത് പറയാം? ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് കേട്ടോ. AP ഈസ് ഈക്വൽ ടു PQ ഈസ് ഈക്വൽ ടു QC. അത് അവിടെ നിൽക്കട്ടെ, നമുക്ക് അതിലോട്ട് എത്തിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് AB പാരലൽ ടു DC ആണ്.
എ ബി പാരലൽ ടു ഡി സി ആണ്. ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആണല്ലോ പാരലലോഗ്രാമില്. ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വലും അല്ലേ, അതുകൊണ്ട് നമുക്ക് എ ബി ഈസ് ഈക്വൽ ടു ഡി സി ആണെന്നും പറയാം. അതുപോലെ ഇനി ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആണെങ്കിൽ എ ഡി പാരലൽ ടു ബി സിയും ആയിരിക്കൂലേ? യെസ്, എ ഡി ഈസ് ഈക്വൽ ടു ബി സിയുമാണ്, എ ഡി പാരലൽ ടു ബി സിയുമാണ്. ഇനി നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത്? അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ കയ്യിലുള്ളതാണ്. ഇനി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് രണ്ട് കോണറുകൾ ജോയിൻ ചെയ്തത് മറ്റു രണ്ട് സൈഡിന്റെയും മിഡ് പോയിന്റിലാണ്. ഇവിടെ നമ്മൾ ഡീന്ന് വരയ്ക്കുന്ന വര എ ബിന്റെ മിഡ് പോയിന്റിലാണ് വരച്ചതെന്ന് നമ്മളെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എ ബിന്റെ മിഡ് പോയിന്റ്, എ ബിന്റെ നടുവിലാണ് വരച്ചതെങ്കിൽ എ എക്സും എക്സ് ബിയും ഈക്വൽ ആയിരിക്കൂലേ? ഇതും 6, ഇത് 3 ആണെങ്കിൽ ഇതും 3 ആയിരിക്കും, ഇത് 5 ആണെങ്കിൽ ഇതും 5 ആയിരിക്കും. കാരണം മിഡ് പോയിന്റ് മധ്യബിന്ദു ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ, മധ്യബിന്ദുക്കളുമായി യോജിപ്പിച്ചിരിക്കുന്നു എന്നാണ് നമ്മളോട് പറഞ്ഞത്. മിഡ് പോയിന്റ് ആണ്. അതുകൊണ്ട് നമുക്ക് പറയാം എന്താണ്, എ ബിനെ നമുക്ക് എങ്ങനെ എഴുതാം? എ ബി എന്ന് പറഞ്ഞാൽ എ എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ബി ആണ്. എ എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ബി ആണ്. എക്സ് ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് എ ബി. എക്സ് എന്ന് പറഞ്ഞാൽ എ ബിന്റെ മിഡ് പോയിന്റ് ആണ്. മിഡ് പോയിന്റിലൂടെയാണ് വരച്ചത് എന്ന് നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞത് കൊണ്ടാണ്. ഓക്കെ, എക്സ് ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് എ ബി എന്ന് വേണമെങ്കിൽ നമുക്ക് എഴുതാം. എക്സ് ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് എ ബി. എക്സ് ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് എ ബി. ഓക്കെ, ഇനി നമ്മളോട് എന്താ പറഞ്ഞത്? ഇനി നമുക്ക് ഡി സി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ബി എന്ന് പറഞ്ഞ വേർട്ടെക്സ് നമ്മൾ അടുത്ത മിഡ് പോയിന്റിലോട്ടാണ് നമ്മൾ വരച്ചത് എന്ന്. അപ്പൊ ഡി സിന്റെ മിഡ് പോയിന്റ് അല്ലേ വൈ? യെസ്. അപ്പൊ നമുക്ക് ഡി സിനെ എങ്ങനെ എഴുതാം? ഡി സി ഈസ് ഈക്വൽ ടു എന്താ? ഡി വൈ ഈസ് ഈക്വൽ ടു വൈ സി. ഡി സി എന്ന് പറഞ്ഞാൽ ഡി വൈ ഈസ് ഈക്വൽ ടു വൈ സി ആണ്. കാരണം എന്താ? വൈ ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് ഡി സി. ഡി സിന്റെ മിഡ് പോയിന്റ് ആണ് വൈ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മളെ കയ്യിലുണ്ട്. ഓക്കെ, ഇനി നമ്മൾ എന്താ ഇത്രയും കാര്യങ്ങൾ അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് പാരലലോഗ്രാമിൽ ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആണ്, ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ്. അപ്പൊ എ ബിയും ഡി സിയും ഈക്വൽ അല്ലേ? ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ അല്ലേ? അങ്ങനെയാണെങ്കിൽ എ ബിയും ഡി സിയും ഈക്വൽ ആണെങ്കിൽ ഇത് ഫുള്ളും ഈക്വൽ ആയിരിക്കൂലേ? യെസ്. അപ്പം എ എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ബി ഈസ് ഈക്വൽ ടു ഡി വൈ ഈസ് ഈക്വൽ ടു വൈ സി. കാരണം ഈ രണ്ട് സൈഡും ഈക്വൽ ആണെങ്കിൽ അതിന്റെ മിഡ് പോയിന്റ്സുകളൊക്കെ ഈക്വൽ ആയിരിക്കൂലേ? അതുകൊണ്ട് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ബി, ഡി വൈ ഈസ് ഈക്വൽ ടു വൈ സി, അതൊക്കെ ഈക്വൽ ആണ്. എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ബി ഈസ് ഈക്വൽ ടു ഡി വൈ ഈസ് ഈക്വൽ ടു വൈ സി. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് തന്ന കാര്യങ്ങളാണ്. ഇനി നമ്മളെ ക്വസ്റ്റ്യൻ എന്താ? വി വാണ്ട് ടു പ്രൂവ് ദാറ്റ് നമ്മളെ ഈ ഡയഗ്നലിനെ 3 ഈക്വൽ പാർട്സ് ആക്കുന്നുണ്ടോ എന്നാണ് നമ്മളെ ക്വസ്റ്റ്യൻ. എ പി ഈസ് ഈക്വൽ ടു പി ക്യു ഈസ് ഈക്വൽ ടു ക്യു സി ആണ്. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അത് 3 ഈക്വൽ, ആ ഡയഗ്നലിനെ 3 ഈക്വൽ പാർട്സ് ആക്കുന്നതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ഇനി എന്ത് ചെയ്യും? നമ്മൾ ട്രയാങ്കിൾ ഡിവിഷൻ അല്ലേ പഠിച്ചത്? അപ്പൊ നമുക്ക് ഇതിനെ 2 ട്രയാങ്കിൾ ആക്കി കൂടെ? യെസ്. ആദ്യത്തെ ട്രയാങ്കിൾ നമ്മൾ ട്രയാങ്കിൾ എ ബി ക്യു എടുക്കുകയാണ്. ഇതാണ് നമ്മൾ എടുക്കുന്ന ട്രയാങ്കിൾ എ ബി ക്യു. ട്രയാങ്കിൾ എ ബി ക്യു എടുക്കാം. അപ്പം ആദ്യം ഇത്രയും കാര്യങ്ങൾ നമ്മുടെ അടുത്തുള്ള കാര്യങ്ങളാണ്, നമ്മൾ അറിയുന്ന കാര്യങ്ങൾ എഴുതി. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് കൺസിഡർ ട്രയാങ്കിൾ എ ബി ക്യു. നമ്മൾ എ ബി ക്യു എന്ന് പറഞ്ഞ ട്രയാങ്കിൾ എടുത്തു. ഇനി എ ബി ക്യു എന്ന് പറഞ്ഞ ട്രയാങ്കിളില് ബി ക്യുവും പി എക്സും പാരലൽ അല്ലേ? ബി ക്യുവും ഈ ട്രയാങ്കിളില് ഈ ബി ക്യുവിനെ പാരലൽ ആയിട്ട് ഒരു ലൈൻ ഡ്രോ ചെയ്തതാണ് പി എക്സ്. പാരലൽ ആയതുകൊണ്ട് അത് സെയിം റേഷ്യോയിലായിരിക്കൂലേ ഡിവൈഡ് ചെയ്യുന്നത് മറ്റ് 2 സൈഡിനെയും. അതുകൊണ്ട് നമുക്ക് എ എക്സ് ബൈ എക്സ് ബി ഈസ് ഈക്വൽ ടു എ പി ബൈ പി ക്യു എന്ന് എഴുതാം. എ എക്സ് ബൈ എക്സ് ബി ഈസ് ഈക്വൽ ടു എന്താ? എ പി ബൈ പി ക്യു. ഓക്കെ, അപ്പം ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്തു. ഇവിടെ ബി ക്യുവും പി എക്സും പാരലൽ ആണ്. കാരണം എന്താ? ഇവിടെ നമുക്ക് ബി ക്യു പാരലൽ ടു പി എക്സ്, ബി ക്യുവും പി എക്സും പാരലൽ ആയതുകൊണ്ടാണ് നമുക്ക് എന്ത് പറയാൻ പറ്റിയത്? കാരണം ഇത് രണ്ടും വേർട്ടെക്സ് മിഡ് പോയിന്റിലോട്ട് ഡ്രോ ചെയ്യുന്ന ലൈനാണ്. അപ്പൊ ഇതിന്റെ പാർട്ടും എന്താ? പാരലൽ ആണ്. അപ്പൊ
പി ക്യൂവും പി എക്സും പാരലൽ ആണ്. അത് രണ്ടും പാരലൽ ആയതുകൊണ്ട് നമുക്കറിയാം ഒരു സൈഡിനെ പാരലൽ ആയിട്ട് നമ്മൾ ഒരു ലൈൻ ഡ്രോ ചെയ്താൽ മറ്റ് രണ്ട് സൈഡിനെയും അത് സെയിം റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് AX/XB ഈസ് ഈക്വൽ ടു AP/PQ ആണ് എന്ന് നമ്മളെ കയ്യിലുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇനി നമ്മൾ ഓൾറെഡി ഗിവണിൽ എഴുതി വെച്ചിട്ടുണ്ട് AXഉം XBയും ഈക്വൽ ആണ് അല്ലേ? AX ഈസ് ഈക്വൽ ടു XB. കാരണം എക്സ് മിഡ് പോയിന്റ് ആയതുകൊണ്ട് AXഉം XBയും ഈക്വൽ ആണ് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. AXഉം XBയും ഈക്വൽ ആണെങ്കിൽ അത് 1:1 റേഷ്യോയിലാണെങ്കിൽ രണ്ടും സെയിം റേഷ്യോയിലല്ലേ? അപ്പൊ AX ഈസ് ഈക്വൽ ടു XB ആണെങ്കിൽ AP ഈസ് ഈക്വൽ ടു PQ ആയിരിക്കും. ഓക്കെ, അപ്പം AX ഈസ് ഈക്വൽ ടു XB ആണ് നമ്മളെ കയ്യിലുണ്ട്. സിൻസ് AX ഈസ് ഈക്വൽ ടു XB, AXഉം XBയും ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? AP ഈസ് ഈക്വൽ ടു PQ. രണ്ടും സെയിം റേഷ്യോ ആണ്. ഓക്കെ, 1:1 ആണെങ്കിൽ ഇതും 1:1. ഓക്കെ, അപ്പൊ AXഉം XBയും ഈക്വൽ ആയതുകൊണ്ട് ഇത് AP ഈസ് ഈക്വൽ ടു PQ. അപ്പൊ നമുക്ക് AP ഈസ് ഈക്വൽ ടു PQ ആണെന്ന് കിട്ടി. AP ഈസ് ഈക്വൽ ടു PQ. അപ്പം ഈ ഡയഗണലിന്റെ ഈ രണ്ട് സൈഡും ഈക്വൽ ആണെന്ന് കിട്ടി. ഓക്കെ, നമുക്ക് AP ഈസ് ഈക്വൽ ടു PQ ആണെന്ന് കിട്ടി. ഇനി നമുക്ക് എന്താ വേണ്ടത്? ഇതിന് രണ്ടിനും QCയും കൂടെ ഈക്വൽ ആണ്. ഈ QCയും കൂടെ ഇതിന് ഈക്വൽ ആണ് എന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? ഇനി വേറൊരു ട്രയാങ്കിൾ നമ്മൾ എടുക്കാം. നമ്മൾ എടുക്കുന്ന ട്രയാങ്കിൾ ആണ് ഈ ഒരു ട്രയാങ്കിൾ. ഇതാണ് ഇനി നമ്മൾ എടുക്കുന്ന ട്രയാങ്കിൾ, ട്രയാങ്കിൾ PDC. ഇനി നമ്മൾ എടുക്കുന്ന ട്രയാങ്കിൾ PDC, ട്രയാങ്കിൾ PDC. ഓക്കെ, ഇനി നമ്മൾ ട്രയാങ്കിൾ PDC എടുക്കുകയാണ്. കൺസിഡർ ട്രയാങ്കിൾ PDC. കൺസിഡർ ട്രയാങ്കിൾ PDC. ഓക്കെ, അപ്പൊ PDC എടുക്കുകയാണ്. ആ PDCയിൽ ഏതൊക്കെയാ നമുക്ക് പാരലൽ? ഇവിടെ നമുക്കറിയാം ഡിന്ന് മിഡ് പോയിന്റിലോട്ട് വരച്ചതാണ് DX, ബിന്ന് മിഡ് പോയിന്റിലോട്ട് വരച്ചതാണ് BY. അപ്പൊ അതിന്റെ ഇതിവിടെ എന്താണ്? DPയും YQവും പാരലൽ അല്ലേ? DP പാരലൽ ടു YQ, DP പാരലൽ ടു YQ, DP പാരലൽ ടു YQ, DP പാരലൽ ടു YQ. അങ്ങനെയാണെങ്കിൽ DPയും YQവും പാരലൽ ആണെങ്കിൽ അത് ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ സെയിം ആയിരിക്കൂലേ? യെസ്. അപ്പം ഇത് രണ്ടും പാരലൽ ആണെങ്കിൽ ഈ ഒരു ട്രയാങ്കിൾ നമുക്കറിയാം DPC എന്നാണ് നമ്മളെ ട്രയാങ്കിൾ. അപ്പൊ DPക്ക് പാരലൽ ആയിട്ട് നമ്മൾ YQ എന്ന് പറഞ്ഞ ലൈൻ ഡ്രോ ചെയ്തു. അങ്ങനെയാണെങ്കിൽ അത് മറ്റ് രണ്ട് സൈഡിനെയും ഡിവൈഡ് ചെയ്യുന്നത് സെയിം റേഷ്യോയിലായിരിക്കും അല്ലേ? മറ്റ് രണ്ട് സൈഡിനെയും ഡിവൈഡ് ചെയ്യുന്നത് സെയിം റേഷ്യോയിലായിരിക്കും. അതുകൊണ്ട് DY/YC ഈസ് ഈക്വൽ to PQ/QC. DY/YC is equal to PQ/QC. DY/YC is equal to PQ/QC. ഓക്കെ, ഇനി നമ്മൾ തന്നിട്ടുള്ള കാര്യങ്ങളിലോട്ട് നോക്കാം. തന്നിട്ടുള്ള കാര്യങ്ങളിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് DYയും YCയും ഈക്വൽ ആണ് അല്ലേ? DYയും YCയും ഈക്വൽ ആണെങ്കിൽ DY ഈസ് ഈക്വൽ ടു YC ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇത് 1:1 ആണെങ്കിൽ ഇതിന്റെ റേഷ്യോയും സെയിം ആണെന്നല്ലേ? അപ്പൊ PQ ഈസ് ഈക്വൽ ടു QC ആയിരിക്കും. ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. അപ്പൊ AP ഈസ് ഈക്വൽ ടു PQ ആണെന്ന് നമുക്ക് ഓൾറെഡി 1 ആയിട്ട് കിട്ടി കഴിഞ്ഞു. രണ്ടാമത് PQ ഈസ് ഈക്വൽ ടു QC ആണെന്നും കഴിഞ്ഞു. അപ്പൊ നമുക്ക് എന്ത് പറയാം? AP ഫ്രം 1 and 2, 1നും 2നും, ഫ്രം 1 and 2, 1ൽ നിന്നും 2ൽ നിന്നും നമുക്ക് എന്ത് പറയാം? AP ഈസ് ഈക്വൽ ടു PQ ഈസ് ഈക്വൽ ടു, രണ്ടും PQക്ക് ഈക്വൽ ആണ് അല്ലെ? അപ്പൊ APയും PQവും ഈക്വൽ ആണ്. അതുപോലെ PQവും QCയും ഈക്വൽ ആണ്. AP ഈസ് ഈക്വൽ ടു PQ ഈസ് ഈക്വൽ ടു QC. അതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടി? AP ഈസ് ഈക്വൽ ടു PQ ഈസ് ഈക്വൽ ടു QC. അതല്ലേ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പൊ നമ്മളെ ഡയഗണലിനെ 3 ഈക്വൽ പാർട്സ് ആണ് എന്ന് ഡിവൈഡ് പറഞ്ഞു. ഓക്കെ, APയും PQവും QCയും നമ്മളെ ഡയഗണലിലെ 3 ഈക്വൽ പാർട്സ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നത്. അത് നമ്മൾ പ്രൂവ് ചെയ്തു. അതായിരുന്നു നമ്മളെ ക്വസ്റ്റ്യൻ. കട്ട് ദ ഡയഗണൽ ഇൻ ദ പിക്ചർ ഇൻടു 3 ഈക്വൽ പാർട്സ്. നമ്മളെ ഡയഗണലിലെ 3 ഈക്വൽ പാർട്സ് ആക്കുന്നത് അതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പൊ നമ്മൾ എന്താ ചെയ്തത്? ആദ്യം തന്നെ നമ്മളെ ഫിഗറിന് ഓരോ നെയിം കൊടുത്തു. ABCD ആണ് നമ്മളെ
പാരലലോഗ്രാം. അതിൽ ഡി എന്ന് പറഞ്ഞ വേർട്ടെക്സ് നമ്മൾ എ ബിന്റെ മിഡ് പോയിന്റിലോട്ട് ഒരു ലൈൻ വരച്ചു, അതാണ് നമ്മളെ ഡി എക്സ്. അതുപോലെ ഡി സി എന്ന് പറഞ്ഞ അവിടെ അതിന്റെ മിഡ് പോയിന്റ് ബി എന്ന് പറഞ്ഞ വേർട്ടെക്സ് നമ്മൾ ഡി സി എന്ന് പറഞ്ഞ മിഡ് പോയിന്റിലോട്ട് ഒരു ലൈൻ ഡ്രോ ചെയ്തു, അതാണ് നമ്മളെ ബി വൈ. എ സി ആണ് നമ്മളെ ഡയഗണൽ. വി വാണ്ട് ടു പ്രൂവ് ദാറ്റ് എ സി എന്ന് പറഞ്ഞ ഡയഗണല് 3 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ വി വാണ്ട് ടു പ്രൂവ് എ പി ഈസ് ഈക്വൽ ടു പി ക്യു ഈസ് ഈക്വൽ ടു ക്യു സി. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പൊ നമ്മൾ എന്താ ആദ്യം ചെയ്തത്? ആദ്യം നമുക്ക് എന്താണോ തന്നത് ആ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു അല്ലെ. നമുക്കൊരു ട്രയാങ്കിൾ എ ബി സി ഡി ആണ് തന്നത്. ഒരു ട്രയാങ്കിൾ അല്ല, പാരലലോഗ്രാം. പാരലലോഗ്രാമിൽ നമുക്കറിയാം ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും, ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആയിരിക്കും. അതുകൊണ്ട് എ ബി പാരലൽ ടു സി ഡി ആണ്, അതുപോലെ എ ഡി പാരലൽ ടു ബി സി ആണ്, എ ബി ഈസ് ഈക്വൽ ടു സി ഡി ആണ്. ആ കാര്യങ്ങളൊക്കെ എഴുതി. പിന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഡി എന്ന് പറഞ്ഞ വേർട്ടെക്സ് നമ്മൾ മിഡ് പോയിന്റിലോട്ടാണ് വരയ്ക്കുന്നത്. അതുകൊണ്ട് എ ബിനെ നമുക്ക് എങ്ങനെ എഴുതാം? എ എക്സും എക്സ് ബിയും അല്ലേ. എ ബി എന്ന് പറഞ്ഞാൽ എന്താ? എ ബിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? എ എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ബി. എ ബി എന്ന് പറഞ്ഞാൽ എ എക്സ് പ്ലസ് എക്സ് ബി ആണ്. അതുപോലെ നമുക്കറിയാം ഡി സിന്റെ മിഡ് പോയിന്റ് ആണ് വൈ, therefore ഡി വൈ ഈസ് ഈക്വൽ ടു വൈ സി. എ ബിയും സി ഡിയും ഈക്വൽ ആയതുകൊണ്ട് എ എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ബി ഈസ് ഈക്വൽ ടു ഡി വൈ ഈസ് ഈക്വൽ ടു വൈ സി. അത്രയും കാര്യങ്ങൾ നമുക്ക് തന്നതാണ്. ഇനി നമ്മൾ രണ്ട് ട്രയാങ്കിൾ, നമുക്ക് ട്രയാങ്കിൾ ഡിവിഷൻ ആണ് അറിയാം, രണ്ട് ട്രയാങ്കിൾ ആക്കി. ഒരു ട്രയാങ്കിൾ എ ബി ക്യു, ഒരു ട്രയാങ്കിൾ ഡി പി സി. അതിൽ ട്രയാങ്കിൾ എ ബി ക്യൂല് ബി ക്യു പാരലൽ ടു പി എക്സ് ആണ്. പാരലൽ ആയതുകൊണ്ട് അത് മറ്റ് രണ്ട് സൈഡിനെയും കട്ട് ചെയ്യുന്നത് സെയിം റേഷ്യോയിലാണ്. സോ വി ക്യാൻ റൈറ്റ് എ എക്സ് ബൈ എക്സ് ബി ഈസ് ഈക്വൽ ടു എ പി ബൈ പി ക്യു. നമ്മൾ ഓൾറെഡി എഴുതിയതിലുണ്ട് എ എക്സും എക്സ് ബിയും ഈക്വൽ ആണ്, കാരണം എക്സ് എന്ന് പറഞ്ഞാൽ എ ബിന്റെ മിഡ് പോയിന്റ് ആണ്. അപ്പൊ എ എക്സും എക്സ് ബിയും ഈക്വൽ ആയതുകൊണ്ട് എ പിയും പി ക്യൂവും ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് ഈ ഡയഗണലിന്റെ എ പി ഈസ് ഈക്വൽ ടു പി ക്യൂ എന്ന് പറഞ്ഞ പോർഷൻ നമുക്ക് കിട്ടി. ഇനി നമ്മൾ അടുത്ത ട്രയാങ്കിൾ കൺസിഡർ ചെയ്തു, ഡി സി പി, ട്രയാങ്കിൾ ഡി പി സി അങ്ങനെയും പറയാം. ഓക്കെ, അപ്പൊ ഡി പി സി എന്ന് പറഞ്ഞ ട്രയാങ്കിൾ കൺസിഡർ ചെയ്തു. ആ ട്രയാങ്കിള് ഇവിടെ ഡി പിയും വൈക്യൂവും പാരലൽ ആണ്. പാരലൽ ആയതുകൊണ്ട് മറ്റ് രണ്ട് സൈഡിനെയും അത് ഡിവൈഡ് ചെയ്യുന്നത് സെയിം റേഷ്യോയിലാണ്. സോ വി ക്യാൻ റൈറ്റ് പി ക്യൂ ബൈ ക്യൂ സി ഈസ് ഈക്വൽ ടു ഡി വൈ ബൈ വൈ സി. അപ്പൊ അതിന്റെ റേഷ്യോയും ഈക്വൽ ആണ് എന്ന് പറഞ്ഞു. ഇനി നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഡി വൈയും വൈ സിയും ഈക്വൽ ആണ്. ഡി വൈയും വൈ സിയും ഈക്വൽ ആയതുകൊണ്ട് പി ക്യൂ ഈസ് ഈക്വൽ ടു ക്യൂ സി ആണ്. അപ്പൊ ആദ്യം നമുക്ക് കിട്ടിയിട്ടുണ്ട് എ പി ഈസ് ഈക്വൽ ടു പി ക്യൂ ആണ്. സെക്കൻഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട് പി ക്യൂ ഈസ് ഈക്വൽ ടു ക്യൂ സി ആണ്. അപ്പൊ അത് മൂന്നും ഈക്വൽ ആണെന്ന് കിട്ടി. സോ ഹെൻസ് വി പ്രൂവ്ഡ് ദാറ്റ് എ പി ഈസ് ഈക്വൽ ടു പി ക്യൂ ഈസ് ഈക്വൽ ടു ക്യൂ സി. അത് നമ്മൾ പ്രൂവ് ചെയ്തു. നമ്മൾ എ പി ഈസ് ഈക്വൽ ടു പി ക്യൂ ഈസ് ഈക്വൽ ടു ഫ്രം 1 and 2 എ പി ഈസ് ഈക്വൽ ടു പി ക്യൂ ഈസ് ഈക്വൽ ടു ക്യൂ സി ആണെന്ന് പ്രൂവ് ചെയ്തു. സോ വി ക്യാൻ സേ ദാറ്റ് lines cut the diagonal in the picture into 3 equal parts. ആ നമ്മൾ വരച്ച ആ രണ്ട് ലൈനും എന്താണ്? ഡയഗണലിനെ 3 ഈക്വൽ പാർട്സ് ആയിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. നമ്മളോട് പറഞ്ഞിരുന്നത് നമ്മൾ വരച്ച ഈ രണ്ട് ലൈനും ഈ ഡി എക്സും വൈ ബിയും നമ്മളെ ഡയഗണലായ എ സിനെ 3 ഈക്വൽ പാർട്സ് ആയിട്ട് കട്ട് ചെയ്യുന്നത് പ്രൂവ് ചെയ്യാനായിരുന്നു. ഹെൻസ് വി പ്രൂവ്ഡ് ദാറ്റ് എ പി ഈസ് ഈക്വൽ ടു പി ക്യൂ ഈസ് ഈക്വൽ ടു ക്യൂ സി. അപ്പൊ നമ്മൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് നല്ല കൺഫ്യൂഷൻ തോന്നും അല്ലെ. ബട്ട് നമ്മൾ ഓരോ കാര്യങ്ങളും എടുത്തെടുത്ത് നോക്കി നമുക്ക് നമുക്ക് തന്നതും എന്താണ് പ്രൂവ് ചെയ്യാനുള്ളത് അതൊക്കെ നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കിയാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് തോന്നും ഈ ഒരു പ്രോബ്ലം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. What's the next question? In triangle ABC, നമുക്കൊരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്, ത്രികോണം തന്നിട്ടുണ്ട്. ABC എന്നാണ് ത്രികോണത്തിന്റെ പേര്. The line parallel to AC through the point P on BC meets AB at Q. The line parallel to AP through Q meets BC at R. അതാണ് തന്നത്. എന്താ നമ്മളെ ക്വസ്റ്റ്യൻ? അപ്പൊ ഇതാണ് നമ്മളെ ഫിഗർ കേട്ടോ. അപ്പൊ ഫിഗർ നമുക്കൊന്നും കൂടെ ക്വസ്റ്റ്യൻ റീഡ് ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് ഫിഗറും കൂടെ വെച്ചിട്ട് ഒരു ട്രയാങ്കിൾ എ ബി സി. ഓക്കെ, ഇതാണ് നമ്മളെ ട്രയാങ്കിൾ എ ബി സി. ഇനി എന്താ പറഞ്ഞേ? ദ ലൈൻ പാരലൽ ടു എ സി ത്രൂ ദ പോയിന്റ് പി ഓൺ ബി സി. എ സിക്ക് പാരലൽ ആയിട്ടുള്ള ലൈന് എന്താ? ത്രൂ ദ പോയിന്റ് പി ഓൺ ബി സി. എന്താ? ബി സിയിലൂടെ പി കൂടെയാണ് പോകുന്നത്. അപ്പൊ എ സിക്ക് പാരലൽ ആയിട്ട് ക്യൂ പി ആണ് എന്നാണ് നമ്മളെ ക്വസ്റ്റ്യനിൽ പറഞ്ഞത്.
Okay, then meets AB at Q. The line parallel to AP through Q meets BC at R. എന്താ പറഞ്ഞത്? അപ്പൊ ഇവിടെ AC യും QP യും പാരലൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ AP യും QR ഉം പാരലൽ ആണെന്നാണ് നമ്മളെ ക്വസ്റ്റ്യനിൽ പറഞ്ഞത്. ഇനി നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് പ്രൂവ് ചെയ്യണം. പ്രൂവ് ദാറ്റ് BP by PC. BP by PC is equal to എന്താ? BR by RP. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. BP by PC is equal to BR by RP. ഇതെങ്ങനെ നമ്മൾ പ്രൂവ് ചെയ്യും? ഒന്നും നോക്കാനില്ല. നമുക്കറിയാം, നമ്മൾ പഠിക്കുന്നത് ട്രയാങ്കിൾ ഡിവിഷൻ, ത്രികോണ ഭാഗമാണ്. ത്രികോണ ഭാഗത്തിൽ രണ്ട് റിസൾട്ട്സ് നമുക്കറിയാം. ഒരു ട്രയാങ്കിളിനെ പാരലൽ ആയിട്ട്, ഒരു ട്രയാങ്കിളിന്റെ ഒരു സൈഡിന് പാരലൽ ആയിട്ട് നമ്മൾ ഒരു ലൈൻ ഡ്രോ ചെയ്യുമ്പോൾ മറ്റ് രണ്ട് സൈഡിനെയും അത് ഡിവൈഡ് ചെയ്യുന്നത് സെയിം റേഷ്യോയിലായിരിക്കും. അതുപോലെ നമുക്ക് വേറൊരു കാര്യം അറിയാം, അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് അല്ലെ, ഒരു ലൈൻ നമ്മൾ ട്രയാങ്കിളിന് ഡ്രോ ചെയ്യുമ്പോൾ അത് മറ്റ് രണ്ട് സൈഡിനെയും സെയിം റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ ആ ഡ്രോ ചെയ്ത ലൈന് നമ്മുടെ തേർഡ് സൈഡിന് പാരലൽ ആയിരിക്കും. അപ്പൊ അത്രയും കാര്യങ്ങൾ നമുക്കറിയാം. അതുപോലെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ABC എന്ന ത്രികോണത്തിൽ BCയിലെ P എന്ന ബിന്ദുവിലൂടെ AC-ക്ക് സമാന്തരമായി വരയ്ക്കുന്ന വര AB-യുമായി Q-യിൽ കൂട്ടിമുട്ടുന്നു. Q-യിൽ നിന്ന് AB-ക്ക് സമാന്തരമായി വരയ്ക്കുന്ന വര BC-യുമായി R-ൽ കൂട്ടിമുട്ടുന്നു. So we want to prove that BP by PC is equal to BR by RP. അതാണ് തെളിയിക്കേണ്ടത്. അപ്പൊ ആദ്യം നമ്മൾ നോക്കാം, ഇതിൽ നമുക്ക് ഏതെങ്കിലും ട്രയാങ്കിൾ എടുക്കാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ നോക്കാം. നമുക്ക് ആദ്യം ട്രയാങ്കിൾ ABP എന്ന് പറഞ്ഞ ട്രയാങ്കിൾ എടുത്തൂടെ? ഈ ഒരു ചെറിയ ട്രയാങ്കിൾ, ട്രയാങ്കിൾ ABP. കൺസിഡർ ട്രയാങ്കിൾ ABP. ഓക്കെ, ABP എന്ന് പറഞ്ഞ ട്രയാങ്കിൾ എടുത്തു. ABP ഇതാണ് നമ്മുടെ ട്രയാങ്കിൾ. ഈ ABP എന്ന് പറഞ്ഞ ട്രയാങ്കിളില് ഈ AP അതാ, AP ഏതിന് പാരലലാണ്? QR-ന് പാരലലാണ് നമ്മളോട് പറഞ്ഞിട്ടില്ലേ? യെസ്, നമ്മളോട് പറഞ്ഞിട്ടുണ്ട് AP പാരലൽ ടു QR. ഈ AP-യും QR-ഉം പാരലൽ ആണെങ്കിൽ നമുക്കറിയാൻ പറ്റും, ഒരു ട്രയാങ്കിളിലെ AP എന്ന് പറഞ്ഞ സൈഡിന് പാരലൽ ആയിട്ട് QR എന്ന് പറഞ്ഞ ലൈൻ നമ്മൾ ഡ്രോ ചെയ്താൽ അത് മറ്റ് രണ്ട് സൈഡിനെയും സെയിം റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യും. സോ വി ക്യാൻ റൈറ്റ് BR by RP is equal to BQ by QA. BR by RP, കാരണം ഈ ട്രയാങ്കിളെ നമ്മൾ എടുക്കുന്നുള്ളൂ, ABP എന്ന് പറഞ്ഞ ട്രയാങ്കിൾ. അതുകൊണ്ട് BR by RP is equal to BQ by QA. BQ by QA. ഇനി അടുത്തത് നോക്കാം. ഇനി നമ്മൾ വേറൊരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. അപ്പൊ ഇതിനെ നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ, ഇതാണ് നമ്മളെ ഫസ്റ്റ് വൺ. ഇനി അടുത്തത് നോക്കാം. അടുത്തത് നമ്മൾ നോക്കുമ്പം അടുത്ത വലിയ ട്രയാങ്കിൾ, ഈ ഫുൾ ട്രയാങ്കിൾ നമുക്ക് കൺസിഡർ ചെയ്യാം. ട്രയാങ്കിൾ ABC. ട്രയാങ്കിൾ ABC എന്ന് പറഞ്ഞാൽ ഫുൾ ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യാൻ പോവാണ്. അപ്പൊ കൺസിഡർ ട്രയാങ്കിൾ ABC. അപ്പൊ ഇവിടെ ട്രയാങ്കിൾ ABC കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ ഏതൊക്കെയാ പാരലൽ നമ്മളോട് പറഞ്ഞത്? AC എന്ന് പറഞ്ഞ സൈഡിന് പാരലൽ ആയിട്ട് വരച്ചതാണ് QP അല്ലേ? അപ്പം AC പാരലൽ ടു QP നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ AC-യും QP-യും പാരലൽ ആണെങ്കിൽ മറ്റ് രണ്ട് സൈഡിനെയും അത് സെയിം റേഷ്യോയിലല്ലേ കട്ട് ചെയ്യുന്നത്. അപ്പം വേറൊരു ലൈന് നോക്കണ്ട, AC-യും QP-യും മാത്രം നോക്കുക. അപ്പം നമുക്ക് എന്ത് പറയാം? BP by PC. കാരണം നമ്മൾ ട്രയാങ്കിൾ ABC ആണ് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് BP by, കാരണം QP, അപ്പൊ P എന്ന് പറഞ്ഞ പോയിന്റ് മാത്രം നോക്കിയാൽ മതി. BP by PC is equal to, ഇവിടെ എന്ത് വരും? BQ by QA എന്ന് വരും. BQ by QA. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനെ നമ്മൾ സെക്കൻഡ് എന്ന് കൊടുത്താം. അപ്പൊ നമ്മൾ നോക്കുക, ഫസ്റ്റ് വണ്ണും സെക്കൻഡ് വണ്ണും ഒന്ന് കൺസിഡർ ചെയ്യുമ്പോൾ ഫ്രം 1 and 2 രണ്ടും BQ by QA അല്ലേ? രണ്ടും BQ by QA ക്ക് ഈക്വൽ ആണെങ്കിൽ ഇത് രണ്ടും ഈക്വൽ ആയിരിക്കൂലേ? യെസ്. അപ്പൊ ഫ്രം 1 and 2 we can say that from 1 and 2 നമുക്ക് എന്ത് പറയാൻ പറ്റും? BR by RP is equal to BP by PC.
കാരണം രണ്ടും BQ/QAക്ക് ഈക്വൽ ആണ്. രണ്ടും BQ/QAക്ക് ഈക്വൽ ആയിരിക്കുമ്പം ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. Therefore, BR/RP is equal to BP/PC ആണെന്ന് കിട്ടി. നമ്മളോട് പ്രൂവ് ചെയ്യാൻ എന്താ പറഞ്ഞേ? BP/PC is equal to BR/RP. സെയിം തന്നെയാണ്. ഇത് നമ്മൾ തിരിച്ച് എഴുതിയെന്നുള്ളൂ. ഇത് രണ്ടും ഈക്വൽ തന്നെയാണ്. BP/PC is equal to BR/RP. ഇങ്ങനെ എഴുതിയാലും മതി. ഓക്കെ അപ്പൊ നമ്മള് ആൻസർ കിട്ടി. സോ ഹെൻസ് വി പ്രൂവ്ഡ് ദാറ്റ് BP/PC is equal to BR/RP. അപ്പൊ ഒന്നുമില്ല, സിമ്പിൾ ആണ് അല്ലെ ഈ ക്വസ്റ്റ്യൻ. നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്തു? ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്തു. ആ ട്രയാങ്കിൾ ആണ് ABP. എന്നിട്ട് ABP എന്ന് പറഞ്ഞ ട്രയാങ്കിളിൽ APയും QRും പാരലൽ ആണ്. പാരലൽ ആയതുകൊണ്ട് അത് രണ്ട് സൈഡിനെയും സെയിം റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. BR/RP is equal to BQ/QA. അതുപോലെ വലിയ ട്രയാങ്കിൾ ABC ആണ് ഇനി നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ട്രയാങ്കിൾ ABC കൺസിഡർ ചെയ്തപ്പം ഇവിടെ ACയും QPയും പാരലൽ ആണ്. ACയും QPയും പാരലൽ ആയതുകൊണ്ട് അത് മറ്റ് രണ്ട് സൈഡിനെയും സെയിം റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യുന്നത്. Therefore, BP/PC is equal to BQ/QA. രണ്ടും BQ/QAക്ക് ഈക്വൽ ആയതുകൊണ്ട് ഇത് രണ്ടും ഈക്വൽ ആണ്. സോ വി ക്യാൻ സേ ദാറ്റ് എന്താ BP/PC is equal to BR/RP ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ഹെൻസ് വി പ്രൂവ്ഡ് ദാറ്റ് BP/PC is equal to BR/RP. അപ്പൊ ട്രയാങ്കിൾ ഡിവിഷൻ ആ റിസൾട്ട്സ് നന്നായി പഠിച്ചാൽ തന്നെ നമുക്ക് എല്ലാ പ്രോബ്ലംസും ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ട്രയാങ്കിൾ ഡിവിഷനിലുള്ള പ്രോബ്ലംസ് വരുന്നത്. അപ്പൊ സിമ്പിൾ ആണ് അല്ലെ. ആദ്യം നമ്മൾ എന്ത് ചെയ്യാ? നമ്മൾ ആ ഫിഗർ കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയായിരിക്കും അല്ലെ. ഇതെന്താ ഇങ്ങനത്തെ ഫിഗർ, ഇതിൽ നമ്മൾ എന്ത് എഴുതി വെക്കുന്നൊക്കെ ഉള്ളത്. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യാ? റിസൾട്ട്സ് നന്നായിട്ട് പഠിക്കുക. എന്നിട്ട് അതിനനുസരിച്ച് നമ്മൾ അറിയുന്ന കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് നമ്മളെ ക്വസ്റ്റ്യനിലോട്ട് ക്വസ്റ്റ്യൻ റീഡ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ഒക്കെ നോക്കിയിട്ട് നമ്മൾ മെല്ലെ ആൻസറിലോട്ട് ഇങ്ങനെ എത്തിക്കുക. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മളെ ത്രികോണ ഭാഗം ട്രയാങ്കിൾ ഡിവിഷൻ എന്നുള്ള ആ ഒരു പാർട്ടിലുള്ള ക്വസ്റ്റ്യൻസ് ഉള്ളത്. ബാക്കി പാർട്ട് ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, താങ്ക് യു.